وإن امرأة خافت من بعلها نشوزا أو إعراضا فلا جناح عليهما أن يصلحا بينهما صلحا والصلح خير وأحضرت الأنفس الشح وإن تحسنوا وتتقوا فإن الله كان بما تعملون خبيرا وإن امرأة ഇനി ഏതെങ്കിലും സ്ത്രീ ഖാഫത് മിൻ ബഅലിഹാ അവളുടെ ഭർത്താവിൽ നിന്നും ഭയന്നാൽ, നുശൂസ അതിക്രമം ഭയന്നാൽ, ഔ ഇഅറാദാ അല്ലെങ്കിൽ അവഗണനയെ ഭയന്നാൽ, فلا جناح عليهما أن يصلحا بينهما صلحا അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ അവർ മുന്നോട്ട് വരുന്നതിൽ അവരുടെ മേൽ യാതൊരു കുഴപ്പവുമില്ല. വസ്സുൽഹു ഖൈർ യോജിപ്പാണ് ഏറ്റവും നല്ല കാര്യം. وأحضرت الأنفس الشح സ്വാർത്ഥത മനുഷ്യ മനസ്സുകളിൽ ഉറച്ചിരിക്കുന്നു. وإن تحسنوا ആകയാൽ നിങ്ങൾ ഉപകാരം പ്രവർത്തിച്ചാൽ, وتتقوا നിങ്ങൾ ഭയഭക്തി മുറുകെ പിടിക്കുകയും ചെയ്താൽ, فإن الله كان بما تعملون خبيرا നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തിൽ സ്ത്രീകളോട് നല്ല നിലയിൽ വർത്തിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഈ ആയത്തിൽ അല്ലാഹു തആല ഏതെങ്കിലും ഭർത്താവ് പൊതുവിൽ നല്ല നിലയിൽ വർത്തിക്കുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് അദ്ദേഹത്തിൽ നിന്നും കുഴപ്പങ്ങൾ വല്ലതുമുണ്ടായാൽ സ്ത്രീകൾ എന്ത് സമീപനം സ്വീകരിക്കണം എന്ന് ഈ ആയത്ത് വിവരിക്കുന്നു. وَإِنِ امْرَأَةٌ خَافَتْ مِنْ بَعْلِهَا نُشُوزًا ഒരു സ്ത്രീ ഭർത്താവിൽ നിന്നും മോശമായ പെരുമാറ്റത്തെക്കുറിച്ച് ഭയപ്പെട്ടു. ഭർത്താവിന്റെ സ്വഭാവം മോശമായി, എന്തെങ്കിലും അക്രമങ്ങൾ ഉണ്ടാകും, അതിക്രമങ്ങൾ സംഭവിക്കുമെന്നവർ ഭയന്നു. ഔ ഇഅറാദാ അല്ലെങ്കിൽ അവഗണനയെ പറ്റിയുള്ള പേടിയുണ്ടായി. ഭർത്താവ് എന്നിൽ നിന്നും മുഖം തിരിക്കുന്നു, വേറെ ഏതെങ്കിലും കല്യാണം കഴിക്കാൻ താൽപര്യമുള്ളതായി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ട് അവരിലേക്ക് മാത്രം തിരിയുന്നതായി അനുഭവപ്പെട്ടു. ഇവിടെ ശരിക്കും മനസ്സിലാക്കണം, വെറും തോന്നൽ, തെറ്റിദ്ധാരണ, അതിന്റെ പേരിൽ വഴക്കും വയ്യാവേലികളുമല്ല. ന്യായമായ കാരണങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഭർത്താവ് തന്നോട് അക്രമം കാണിക്കും, തനിക്ക് വേണ്ട ചെലവുകളൊന്നും തരികയില്ല, തന്നോടുള്ള കർത്തവ്യങ്ങൾ പാലിക്കുകയില്ല, അതുപോലെ തന്നെ അവഗണിക്കുകയാണ്, വേറെ എങ്ങോട്ടേക്കെങ്കിലും തിരിയാൻ നോക്കുകയാണ് എന്ന ഒരു ന്യായമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഭയം ഒരു സ്ത്രീക്കുണ്ടായാൽ എന്തു ചെയ്യണം?
فلا جناح عليهما أن يصلحا بينهما صلحا. അവർക്കിടയിൽ യോജിപ്പ് ഉണ്ടാക്കുന്നതിൽ അവരുടെ മേൽ യാതൊരു കുഴപ്പവുമില്ല. സത്യം, പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷിക ശൈലിവിശേഷം ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാണ്. ഇവിടുന്ന് ചിന്തിച്ചു നോക്കിക്കേ, അവർ യോജിപ്പിലാകൽ അവരുടെ മേൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അവർ യോജിപ്പിലാകുകയാണ് വേണ്ടത്, അതായിരിക്കും ഉത്തമം എന്ന് പറയുന്നതിന് പകരം പടച്ചവൻ പറയുന്നു അവർ യോജിപ്പിലാകലുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അതെ, ഇന്ന് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ പ്രശ്നം വന്നാൽ ആദ്യം അവർ രണ്ടുപേരുടെയും ഉറച്ച തീരുമാനം ഇനി യോജിപ്പ് വേണ്ടേയില്ല, ഞാൻ പിടിച്ച പിടി അങ്ങനെ തന്നെ നടക്കണമെന്നുള്ളതാണ്. പിന്നീട് ഈ വടി ഇരുവരുടെയും മാതാപിതാക്കൾ ഏറ്റെടുക്കും. ശേഷം അതിൽ കയറ് കെട്ടിക്കൊണ്ട് മറ്റ് ബന്ധുക്കളും മിത്രങ്ങളും വലിയോട് വലിയ ആരംഭിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. അവസാനം വടംവലി ശക്തമായി തല്ലി പൊട്ടിക്കുന്നത് വരെയും ഇരുവരും വലിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഖുർആൻ പറയുന്നു പരസ്പരം യോജിപ്പിലാകൽ കുഴപ്പമൊന്നുമില്ല. അതെ, ഇടയ്ക്കിടയ്ക്ക് പലരും പ്രഖ്യാപിക്കും നീ പെൺകൂസനാണ്, അല്ലെങ്കിൽ പെണ്ണിനോട് പറയും ആ കഴുതയുടെ കാലിന് കീഴിൽ നീ പോയി കിടക്ക്, അല്ലെങ്കിൽ ഇവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഞാനിനി നിങ്ങളോട് യോജിക്കാനോ ഞാനിനി ഇയാളുമായിട്ട് നല്ലതിനെ കഴിയാനോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. فلا جناح عليهما أن يصلحا بينهما صلحا. സ്വാഭാവികമായി പ്രശ്നമുണ്ടായ രണ്ടുപേർ തമ്മിൽ യോജിപ്പിൽ കഴിയുന്നതിനെ വലിയ പാപമായും അപരാധമായും ആകാശം ഇടിഞ്ഞു വീഴുന്ന കാര്യമായും കാണുന്നവരെ അതിൽ യാതൊരു കുഴപ്പവുമില്ല. ഖുർആനിന്റെ അമാനുഷികമായ ശൈലിവിശേഷം വല്ലാഹ് വസുൽഹു ഖൈർ. അല്ലയോ വധുവേ, അല്ലയോ വരനെ, ഇരുവരുടെയും ബന്ധുമിത്രങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. യോജിപ്പാണ് നല്ലത്, യോജിപ്പാണ് നല്ലത്, യോജിപ്പാണ് നല്ലത്. തിരിച്ചർത്ഥം ഭിന്നത പ്രശ്നമാണ്, 100,000 തിന്മകൾക്ക് കാരണമാണ്. എത്രയോ അപരാധങ്ങളും അപവാദങ്ങളും അതിക്രമങ്ങളുമാണ് പ്രശ്നങ്ങളുടെ പേരിൽ ഉണ്ടാകുന്നത്. പ്രശ്നമുണ്ടായാൽ ആദ്യത്തെ ആരോപണം ചെറുക്കനും ചെറുക്കന്റെ വീട്ടുകാരും പെണ്ണിന് വേറെ മോശമായ ബന്ധമുണ്ട്. മറുഭാഗത്ത് ആദ്യത്തെ പെണ്ണിന്റെ പ്രതികരണം, പെണ്ണിന്റെ കൂട്ടക്കാരുടെയും പ്രതികരണം ചെറുക്കന് വേറെ ബന്ധമുണ്ട്. അപരാധത്തിൽ നിന്നും ആരംഭിക്കുന്ന പ്രശ്നം എവിടെ തീരാനാണ് സഹോദരങ്ങളെ? എന്നല്ല അപരാധമുണ്ടാക്കി പ്രശ്നം വലുതാക്കി തല്ലിപ്പിരിയുന്ന നിങ്ങൾക്ക് വേറെ എവിടെ ഗതി കിട്ടുമെന്നാണ് പറയുന്നത്. ആ തൗബ ചെയ്ത് മാപ്പൊക്കെ ചോദിച്ച് രണ്ടുപേർ രണ്ടു വഴിയിൽ പോയി വേറെ കാര്യം. അല്ലെങ്കിൽ സത്യം പറയുന്നത് പ്രശ്നമാണ് കേട്ടോ, പ്രശ്നമാണ്. വസുൽഹു ഖൈർ. അതുകൊണ്ട് യോജിപ്പാണ് ഉത്തമം. ഇരുവരുടെയും അവകാശങ്ങളിലും കടമകളിലും കുറച്ച് വിട്ടുവീഴ്ചകൾ നടത്തി സഹകരിക്കൻ, കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യൻ.
വീണ്ടും ഖുർആൻ പറയുന്നു, പക്ഷേ മനുഷ്യ മനസ്സുകളിൽ സ്വാർത്ഥത ഹാജരായിരിക്കുന്നു, അത് ഉറച്ചിരിക്കുന്നു. യോജിപ്പ് നല്ലതൊക്കെയാണെങ്കിലും അങ്ങനെ യോജിപ്പൊന്നും മനുഷ്യന്റെ മനസ്സ് സമ്മതിക്കത്തില്ല. ദുർവാശി, പക, വിദ്വേഷം, ആർത്തി എല്ലാം എനിക്ക് വേണം, മുഴുവൻ അവകാശങ്ങളും എനിക്ക് വേണം. വൺ വേ ട്രാഫിക് സംവിധാനം, വാഹനം അങ്ങോട്ട് വരും, ഇങ്ങോട്ട് ആരും വരാൻ പാടില്ല. ഇത് മനുഷ്യന്റെ സഹജമായൊരവസ്ഥയാണ്. ഇതിനെ തള്ളിമറിച്ച് നബിമാരുടെ മഹനീയ ഗുണത്തിലേക്ക് മാറണം, ഔലിയാക്കളുടെ ഗുണത്തിലേക്ക്, യോജിപ്പിലേക്ക് വരണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുക്കൾ കഠിന ദ്രോഹം കാണിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പന, ആദരവായ റസൂൽ നമ്മളോട് കൽപ്പിക്കുന്ന കൽപ്പന, സിൽമൻ ഖതഅക്, ബന്ധം മുറിക്കുന്നവരോട് ബന്ധം ചേർക്കിൻ. വഅഫു അമ്മൻ ളലമക, അക്രമിക്ക് പുറത്തു കൊടുക്കിൻ. വാഹ്സിൻ ഇലാമൻ നസാഅ ഇലൈക, മോശത്തരം പ്രവർത്തിച്ചവർക്ക് ഉപകാരം ചെയ്യിൻ. അള്ളാഹു നബിതങ്ങളോട് കൽപ്പിക്കുന്നു, തങ്ങൾ പാലിച്ച് നമ്മളോട് ഉപദേശിക്കുന്നു. ഒരിക്കൽ കൂടി മടങ്ങുന്ന ഈ ഉപദേശം മുഴുവൻ ജനങ്ങളുമായിട്ടും, പക്ഷേ ഏറ്റവും പ്രധാനമായി സ്വന്തം കുടുംബവുമായിട്ട്. മനുഷ്യ മനസ്സുകളിൽ സ്വാർത്ഥത ശക്തമായിരിക്കുന്നു. പെണ്ണ് അവരുടെ മാത്രം കാര്യം പിടിക്കാൻ വേണ്ടി നോക്കും, ചെറുക്കൻ അവരുടെ കാര്യം മാത്രം പിടിക്കാൻ നോക്കും. അവരും മനസ്സിലാക്കണം, ബന്ധുമിത്രങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, പൊന്നുമോനെ മോളെ നന്മ യോജിപ്പിലാണ്, നന്മ നബിമാരുടെ മാർഗത്തിലാണ്, നന്മ പിടിവാശിയിലല്ല. فإن تحسنوا وتتقوا فإن الله كان بما تعملون خبيرا. കഴിഞ്ഞ ആയത്തിൽ വീണ്ടും പറയും, നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരം വല്ലതും ചെയ്താൽ, അല്ലയോ ഭാര്യയെ ഭർത്താവിന് ഉപകാരങ്ങൾ ചെയ്താൽ ഏറ്റവും വലിയ ഉപകാരം നിങ്ങളുടെ വിട്ടുവീഴ്ചയാണ്. അല്ലയോ ഭർത്താവെ നിങ്ങൾ ഭാര്യയോട് ഉപകാരം ചെയ്താൽ ഏറ്റവും വലിയ ഉപകാരം വിട്ടുവീഴ്ചയാണ്, യോജിപ്പാണ്. വഇൻ തുഹ്സിനൂ, നിങ്ങൾ നല്ല പെരുമാറ്റം കാഴ്ചവെച്ചാൽ, വതത്തഖൂ, അതിനോടുകൂടി പടച്ചവനോട് ഭയഭക്തി പുലർത്തുകയും ചെയ്താൽ, ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറാ. അല്ലാഹു നിങ്ങളുടെ ഉദാര മനസ്കതയും വിശാലമായ കർമ്മരീതിയും മയമായ പെരുമാറ്റവും എല്ലാം നന്നായി അറിയുന്നുണ്ട്, രഹസ്യം സഹിതം അറിയുന്നുണ്ട്. അതിന് തക്കതായ പ്രതിഫലം പടച്ചവൻ നൽകുന്നതാണ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളോടുള്ള ഈ ഉപദേശം ഉൾക്കൊണ്ട് ജീവിക്കാൻ ഭാഗ്യം താ അല്ലാഹുവേ.